ഇറാന്റെ തിരിച്ചടി അതിവേഗം നടന്നിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി വരികയാണ്. ഇതിൽ അമേരിക്കയുടെ 5ാം കപ്പൽ പട സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിലെ നാവിക ആസ്ഥാനത്തിന് നേരെയും അതോടൊപ്പം തന്നെ കുവൈത്ത്, അബുദാബി, ഖത്തർ തുടങ്ങിയ ഇടങ്ങളിലെ അമേരിക്കൻ നാവിക അല്ലെങ്കിൽ സൈനിക മേഖലകൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിൽ തലസ്ഥാനമായ മനാമയിൽ ഉൾപ്പെടെ വലിയ ശബ്ദങ്ങൾ കേട്ടതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആക്രമണം ബഹ്റൈൻ സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പരിക്കുകളോ മറ്റ് അപകടങ്ങളോ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. നേരത്തെ ബഹ്റൈൻ ജനങ്ങളോട് ഭയവിഹ്വലരാവരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. വാർത്താ ചാനലുകൾ നൽകുന്ന അപ്ഡേഷനുകൾ ശിരസ വഹിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ബഹ്റൈനിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. രാജ്യത്തെങ്ങും സുരക്ഷാ മുന്നറിയിപ്പ് സൈറണുകളും നേരത്തെ തന്നെ മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഈ ആക്രമണത്തോടുകൂടി അറേബ്യൻ നാടുകളിലുള്ള സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളോടുകൂടി ഇറാൻ നൽകുന്നത് വ്യക്തമായൊരു സന്ദേശമാണ്. ഞങ്ങൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഈ മേഖലയൊട്ടും സുരക്ഷിതമായിരിക്കില്ല എന്ന തിരിച്ചുള്ളൊരു സമ്മർദ്ദ തന്ത്രമായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ കൂടി അമേരിക്കക്ക് ഇറാൻ നൽകുന്നത്. ഇറാനെ അതിവേഗം ആക്രമിക്കണമെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ആ പരിമിതമായ കാലയളവിനുള്ളിൽ യുദ്ധം തീർക്കണമെന്നും ഇറാനെ പരമാവധി നശിപ്പിക്കണമെന്നും അവരുടെ ആക്രമണ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ആയുധപ്പുരകൾ, സൈനിക ബേസുകളെല്ലാം വളരെ പെട്ടെന്ന് തകർത്തുകൊണ്ട് ദീർഘകാലം നീണ്ടു നിൽക്കാത്തൊരു യുദ്ധമായിരിക്കണം നാം നടത്തേണ്ടത് എന്ന കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയിട്ടാണ് അമേരിക്ക ഇറാനെതിരെ ഇപ്പോൾ ആക്രമണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് നശിക്കുകയാണെങ്കിൽ സർവ്വതും നശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നതാണ്. മാത്രമല്ല അറബ് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ പ്രത്യാക്രമണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അമേരിക്കക്ക് മേൽ യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമുണ്ടായിരിക്കും. ആ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള പ്രത്യാക്രമണം ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് നേരെ മാത്രമായിക്കൊള്ളണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു ആക്രമണ രീതി ഇറാനും മുന്നോട്ടെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ആദ്യ ദിവസം തന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് മേൽ ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ ബഹ്റൈൻ ഒരു സവിശേഷമായ മറ്റൊരു കാര്യമുണ്ട്. ബഹ്റൈന്റെ തലസ്ഥാനമായ മനാമയിലാണ് അമേരിക്കൻ നാവികസേനയുടെ അതിപ്രധാനമായ 5ാം കപ്പൽപ്പട US 5th ഫ്ലീറ്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ കടൽ, ചെങ്കടൽ, അറബിക്കടൽ എന്നിവിടങ്ങളിലെ അമേരിക്കൻ നാവിക നീക്കങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവിടെ നിന്നാണ്. ഏകദേശം 7000-ലധികം സൈനികർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇറാനെതിരായുള്ള ആക്രമണം ആരംഭിച്ചതോടെ ബഹ്റൈനിലെ സൈനിക താവളങ്ങളിൽ നിന്ന് US കപ്പലുകൾ സുരക്ഷിത സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണം ഭയന്ന് സൈനികരുടെ എണ്ണം കുറയ്ക്കുകയും അത്യാവശ്യ ജീവനക്കാരെ മാത്രം അവിടെ നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ബഹ്റൈനിലെ അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിൽ ബഹ്റൈൻ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു രാജ്യം കൂടിയാണെന്ന് മനസ്സിലാക്കണം. മുൻപ് 12 ദിന യുദ്ധം ഇസ്രയേലുമായി നടന്നപ്പോൾ ഖത്തറിലെ അൽ-ഉദൈദ് താവളത്തെ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ തന്നെ ബഹ്റൈനുമായി ഇറാൻ അത്ര നല്ല ബന്ധത്തിലല്ല നിലനിൽക്കുന്നത്. ബഹ്റൈനിൽ ഭൂരിഭാഗം ഷിയ മുസ്ലിങ്ങളാണെങ്കിലും രാജകുടുംബം സുന്നി വിഭാഗമാണ്, ഭരണകർത്താക്കൾ സുന്നികളാണ്. ഇവിടുത്തെ ഷിയ വിഭാഗത്തെ ഇറാൻ സ്വാധീനിക്കുന്നുവെന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ബഹ്റൈൻ നേരത്തെ മുതൽ ഇറാനെതിരെ ആരോപണം ഉന്നയിച്ചു വന്നിരുന്നതാണ്. എന്നാൽ ചരിത്രപരമായി ബഹ്റൈൻ ഇറാന്റെ ഭാഗമാണെന്ന അവകാശവാദം ഇറാൻ ഇടയ്ക്കിടെ ബഹ്റൈനെതിരെ ഉന്നയിക്കാറും ഇത് ബഹ്റൈനെ ചൊടിപ്പിക്കുകയും ചെയ്യാറുള്ളതാണ്. യുദ്ധമുണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ ബഹ്റൈനെ കൂടി ലക്ഷ്യം വെക്കുക എന്നത് ഇറാന്റെ ഒരു ഹിഡൻ അജണ്ട കൂടിയാണ്. ആ അജണ്ട നടപ്പിലാക്കുമെന്ന്, അല്ലെങ്കിൽ ബഹ്റൈന് യുദ്ധമുണ്ടായാൽ ബഹ്റൈൻ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ പല തവണകളിലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിന് ഈ സാഹചര്യത്തിൽ ബഹ്റൈനിലെങ്ങും കനത്ത ജാഗ്രതയാണ് നിലനിൽക്കുന്നത്. പൗരന്മാർക്കും വിദേശികൾക്കും കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് ബഹ്റൈൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് കുവൈത്തും
UAE-യും അതോടൊപ്പം തന്നെ ഇനി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടി ഇതേ ജാഗ്രതയിൽ നിലനിൽക്കുകയാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് കേവലം ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധമായിട്ട് മാത്രമല്ല, പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ യുദ്ധമായിട്ടായിരിക്കും ഇതിന്റെ അനന്തരഫലം ഉണ്ടാവുക എന്ന കൃത്യമായ സൂചനയാണ് അറബ് രാഷ്ട്രങ്ങളിലെ സൈനിക അമേരിക്കൻ ബേസുകൾ ആക്രമിച്ചുകൊണ്ട് ഇറാൻ ഒരു സൂചന നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പറക്കുന്നുണ്ട് എന്ന അപ്ഡേഷനുകൾ വരുന്നു. മറ്റൊരു സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടിൽ ഇസ്രയേലിൽ ആക്രമണം നടന്നു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഒരു യുദ്ധം തന്നെയായിരിക്കും. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.